നമസ്കാരം. ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് CPI. എന്നാൽ ഈ ആവശ്യം നിരാകരിക്കുകയാണ് CPM. രണ്ടുപേരും ഉൾച്ചേർന്ന LDF എന്ന മുന്നണി ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവുകയാണ്. എന്നാൽ തങ്ങളിൽ പ്രതിസന്ധികളൊന്നുമില്ല, തങ്ങൾ ഭയ്യ ആണെന്ന് പറയുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും അതൃപ്തി തുറന്നു പറയാൻ ബിനോയ് വിശ്വവും TP രാമകൃഷ്ണനും തയ്യാറാകുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പുറത്തു പറയാൻ തക്ക യാതൊരു വിധത്തിലുള്ള അനുനയ ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദഗതികൾ ഉണ്ടായിട്ടില്ല എന്ന് ബിനോയ് വിശ്വവും TPയും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇനി പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാറ്റി നിർത്താനുള്ളതല്ല എന്ന് CPI ആവർത്തിച്ച് പറയുകയും ചെയ്യാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും CPIയുടെ ഈ നയങ്ങൾ അല്ലെങ്കിൽ ഈ എതിർപ്പ് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? മുൻകാലങ്ങൾ ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ CPIയിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അനുനയ ശ്രമങ്ങളും ഉണ്ടായി. ആ അനുനയത്തിൽ വീഴുന്ന കാഴ്ചകളും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 35 എന്ന ചെറിയ സംഖ്യയിൽ ചുരുങ്ങി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന LDFിലെ പ്രധാന മുന്നണിയായ CPMന്, പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന ഏകാധിപത്യ സ്വരത്തിന് ഇടമില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യം LDFിൽ ഉയർന്നു വരികയാണ്. ആ സാഹചര്യത്തിൽ CPI തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകുമോ, അതോ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം എന്ന് പറയുന്നത് പോലെ CPI ചാടിയാൽ എത്രത്തോളം എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്? ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് UDF പ്രതിനിധി മഞ്ചവളകം ജയൻ, LDF പ്രതിനിധി ശ്രീ ജലീൽ പുനലൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ AK സാദിഖ് എന്നിവരാണ്. മൂവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഏതായാലും ഈ പറഞ്ഞതുപോലെ ശ്രീ മഞ്ചവളകം ജയൻ, ഞാൻ താങ്കളിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കാറുണ്ട്. നമ്മൾ PM ശ്രീയിൽ കണ്ടതാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമെന്നാണ് അദ്ദേഹം, ബിനോയ് വിശ്വവും അല്ലെങ്കിൽ CPI ഒക്കെ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ആ അനുനയ ശ്രമത്തിൽ വീഴുകയും ഒന്നും മിണ്ടാതാകാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്ന CPIയാണ് കണ്ടത്. ഈ ഒരു വിഷയത്തിനും അത്തരത്തിലുള്ള നിലപാടിലേക്ക് തന്നെയാണോ CPI പോകുന്നത്? നോക്കൂ, CPI എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ശരിക്കും നിലപാടുള്ള പാർട്ടിയായിരുന്നു CPI. അവരെടുക്കുന്ന തീരുമാനങ്ങൾ കർക്കശവും, എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കും. ഇപ്പോൾ PM ശ്രീ ഇവിടെ സൂചിപ്പിച്ചതുപോലെ PM ശ്രീ പോലും അവർ അറിയാതെയാണ് PM ശ്രീ തീരുമാനമെടുത്തത്. എന്തിനേറെ പറഞ്ഞ ക്യാബിനറ്റ് പോലും അറിഞ്ഞില്ല. ക്യാബിനറ്റ് അറിഞ്ഞില്ല, ഏറ്റവും വലിയ ഘടകകക്ഷിയായ CPI പോലും അറിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ ഘടകകക്ഷിയായ CPI അറിയാതെയാണ് PM ശ്രീ സൈൻ ചെയ്യാൻ ഡൽഹി പോകുന്നു, വരുന്നു. ശിവൻകുട്ടി മിനിസ്റ്ററും അന്നത്തെ മുഖ്യമന്ത്രിയും. ഇപ്പോൾ അത് പോട്ടെ, 2 ദിവസത്തിന് മുമ്പ് എന്താ സംഭവിച്ചത്? LDF കൺവീനർ CPI ഓഫീസിൽ പോകുന്നു. CPIയുടെ നേതാവ് സ്റ്റേറ്റ് സെക്രട്ടറി CPMൻ്റെ ഓഫീസിൽ പോകുന്നു. പത്രക്കാർ ചോദിക്കുമ്പോൾ CPIയുടെ നേതാവ് ബിനോയ് വിശ്വം പറയുന്നത് തീർന്നിട്ടില്ല, പ്രശ്നമുണ്ട്, തീർന്നിട്ടില്ല. ഇതാരോട് പറയാനാ? സത്യം പറഞ്ഞാൽ അടിയും പിടിയും ചവിട്ടും കൊണ്ട് അവിടെ കിടക്കുന്നു. ഇവർ കാലാകാലങ്ങളിൽ ഇവരിങ്ങനെയൊക്കെ കാണിക്കും. അവസാനം ഐസ് കെട്ട പോലെ അലിഞ്ഞങ്ങ് പോവും. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കോൺഗ്രസിനകത്താണ് ഏതെങ്കിലും ഒരു ഘടകകക്ഷി ഇതുപോലൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇതെന്തൊരു വിഷയമാണ്? UDFിൽ ബഹളമാണ്, UDFിൽ ആകെ പ്രശ്നമാണ്, UDF ഇതാ പിരിയുന്നു. വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഇപ്പം നാക്കില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഈ CPI ഞാൻ ചോദിക്കട്ടെ, ഉപനേതാവ് വേണമെന്ന് CPI ആവശ്യപ്പെട്ടു, നിലപാടെടുത്ത് നിൽക്കുന്നില്ല, പറയുന്നതേ ഉള്ളൂ. അവിടെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞെന്താ, ബാലഗോപാലിനെ ചൂണ്ടിയാണ് പറഞ്ഞത് ഉപനേതാവ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉപനേതാവ് ബാലഗോപാലാണ്. CPIക്കാർ പറയുന്നു, ചോദിക്കുന്നു, നടക്കുന്നില്ല, അങ്ങനെ പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അവസരം ഐസ് കെട്ട പോലെ അങ്ങ് പോകും. ബാലഗോപാലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. അതുമാത്രവുമല്ല, നമ്മൾ കണ്ടതല്ലേ, കേരളത്തിൽ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, ഒരു പരിധിവരെ പറഞ്ഞാൽ ദേശീയ സെക്രട്ടറിയെ പോലും തീരുമാനിച്ച പിണറായി വിജയനെ വിരൽ ചൂണ്ടിക്കൊണ്ട് മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ എന്താ നോക്കിക്കൊണ്ട് ഒന്ന് എണീറ്റ് എന്തെങ്കിലും മറുപടി പറ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് കേരളത്തിലെ CPM. നമുക്കറിയാം, ദേശീയ തലത്തിൽ BJP ഒരു നേതാവ്, ഇപ്പോൾ CPMനോ BJP പോലെയാണ് ഒരു പാർട്ടി ഒരു നേതാവ്. ഞാൻ ആ നേതാവിൻ്റെ മുഖത്താണ് നോക്കിക്കൊണ്ട്, അത് നമ്മൾ സഭാ TV കണ്ടതാണ്, ലോകം മൊത്തം കണ്ടതാണ്. നിങ്ങൾ എണീറ്റൊന്ന് ഒന്ന് എന്തെങ്കിലും പറ എന്ന് പണ്ടാണിങ്ങനെ പറഞ്ഞാൽ പാർട്ടി കാണത്തില്ല, കാരണം ഇത് കേഡർ പാർട്ടിയാണ്.
എന്ന് പറഞ്ഞിട്ട് പോലും ബാലഗോപാൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി മറ്റൊന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പല ഏരിയ കമ്മിറ്റികളും ചർച്ച, ഈ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തി നമ്മളെല്ലാം കണ്ടതാണ്. പാറശാല തിരുവനന്തപുരം ജില്ലയിൽ പാറശാല ഏരിയ കമ്മിറ്റി അവലോകനത്തിൽ ഏരിയ സെക്രട്ടറി പറഞ്ഞത് എന്താ, എല്ലാ മാധ്യമങ്ങളും കൈരളി ഒഴികെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് റിപ്പോർട്ട് ചെയ്തത്? ഏരിയ സെക്രട്ടറി മാധ്യമങ്ങളോട് പറയുകയാണ്, ഏരിയ സമ്മേളനത്തിൽ പറയുകയാണ്, പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനാർത്ഥി നിന്നും രാജിവെക്കണം. അല്ല, അത് എഴുതിയ ആ പറഞ്ഞ വ്യക്തി നമ്മൾക്കറിയാം, ഈ തിരുവാതിര പാട്ടിന്റെ വരികളൊക്കെ എഴുതിയ ആളാണ്. ഞാൻ പറയാൻ വരികയാണ്, അവതാരം പറഞ്ഞ റൈറ്റ് ആണ്. തിരുവാതിര പാട്ട് പാടി പിണറായി വിജയൻ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, എന്തോ കാരണഭൂതൻ എന്തോ പ്രതിഭാസമാണ് കാരണഭൂതൻ എന്ന് കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ തിരുവാതിരക്കളി പറഞ്ഞ് അവസാനം അതിന് സസ്പെൻഷനൊക്കെ ഉണ്ടായി, നടപടിയൊക്കെ ഉണ്ടായി. അത് വേറെ ആരുമല്ല, ആ തിരുവാതിരക്കളിക്ക് നേരത്തെ കൊടുത്തത് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് സലൂജ. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ കാരണഭൂതനെ പുറത്താക്കണമെന്ന് കാരണഭൂതന് വേണ്ടി തിരുവാതിരക്കളി നടത്തിയ ഏരിയ സെക്രട്ടറി കമ്മിറ്റി പറയാണ്, പുറത്താക്കണം, അത് രാജിവെക്കണം. ഇത് കോൺഗ്രസ് അല്ല പറഞ്ഞത്, BJP അല്ല പറഞ്ഞത്, ഇത് പറഞ്ഞത് ഏരിയ കമ്മിറ്റിയാണ്. സത്യം പറഞ്ഞാൽ CPM-നകത്ത് പേടിയൊക്കെ പോയി. പണ്ടൊക്കെ അങ്ങ് പേടിച്ച് ഭയന്ന് പിണറായി അതൊക്കെ പോയി. ഇപ്പം പിണറായിക്കെതിരെ മുഴുവൻ വിമർശനമാണ്. ഇപ്പം തന്നെ നമ്മുടെ അറിയാമല്ലോ, ED അന്വേഷണം നടന്നപ്പോൾ പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞ നേതാക്കളെല്ലാം അവിടെ എത്തി. കുറേ വാവിടാ പ്രാണികളെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പാവപ്പെട്ടവർ. അവർ നേതാക്കളെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ പോര് കാണിക്കണ്ടേ, നേതാക്കളെ പ്രീതി പിടിക്കണ്ടേ. കഴിഞ്ഞ കാലങ്ങളിൽ താൽക്കാലികമായി ജോലി ചെയ്തവരല്ലേ, അവരങ്ങ് അടിച്ചു, ചുടുകല്ലെടുത്ത് ആരുടെ കാർ ആരുടേതാ? CPM-ന്റെ പാവപ്പെട്ട പ്രവർത്തകൻ വാടകയ്ക്ക് എടുത്തതാ. അവസരം ജയിലിലാരാ പോയത്? പാവപ്പെട്ടവർ. ആ കാറിന് പോലും അന്നത്തെ ദിവസം റഹീം MP പറഞ്ഞത് ഇതിന് നഷ്ടപരിഹാരം നൽകുമെന്നാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കരഞ്ഞോണ്ട് പറഞ്ഞിരുന്നു, എനിക്ക് ആരും നഷ്ടപരിഹാരം നൽകിയില്ല, കൂലിപ്പണിക്ക് പോകാൻ കഴിയുള്ളൂ. എൻ്റെ ബഹുമാന സുഹൃത്തെ, CPM എന്ന് പറഞ്ഞത് കാപട്യമാണ്, പറയാൻ നടപ്പിലാക്കുന്നവരല്ല. ഇവർ നിയമസഭയിൽ പറഞ്ഞില്ലേ, പറഞ്ഞതെല്ലാം നടപ്പിലാക്കും. 2500 പെൻഷൻ കൂടുതൽ നടപ്പിലാക്കിയോ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ 400 രൂപ കൂട്ടി 2000 കൂട്ടത്തിച്ച്, അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പാവപ്പെട്ടവർ ജയിലിലും അടിച്ചു മാറ്റിയ പിണറായി വിജയൻ്റെ മകൾ ഇപ്പോഴും പുറത്തുമാണ്. അല്ല, ഇതിൽ ഒരു കാര്യം കൂടി, നമ്മൾ ഈ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ CPI വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിക്കുന്നു, എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഈ എതിർപ്പുകളെല്ലാം പിന്നീട് താങ്കൾ സൂചിപ്പിച്ച പോലെ ഐസ് കട്ട പോലെ അലിഞ്ഞു പോവുകയാണ്. അത് ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരു സംശയം വേണ്ടെന്നേ, ഇത് ഓലപ്പാമ്പായി CPI വിനോദ വിഷയം കാണിക്കുന്നത്. കാരണം ഈ ഓലപ്പാമ്പൊന്നും മറ്റേ CPM-ൻ്റെ അടുത്ത് നടക്കത്തില്ല, അത് വലിയൊരു കേഡർ പാർട്ടിയാണ്. ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു പാർട്ടി, ഒരു നേതാവ്. രാജ്യത്ത് ദേശീയ സെക്രട്ടറി ബേബി ഇരിക്കുന്നത് പിണറായി വിജയൻ്റെ മുമ്പേ വിറച്ചോണ്ടാണ്. കാരണം നമ്മളൊരു സമരത്തിൽ കണ്ടില്ലേ, ബേബി നിൽക്കുന്നത് അങ്ങ് വളരെ പുറകെയാ, ഫ്രണ്ടിൽ നിൽക്കുന്നത് ദേശീയ സെക്രട്ടറി പുറകെ ഉദ്ഘാടനത്തിനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിനോയ് വിശ്വം ഇങ്ങനെ പറയും. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ ജലീൽ, താങ്കൾ ഇപ്പോൾ ലൈനിൽ ചേരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. ശരി. ശ്രീ ജലീൽ, ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കാലാകാലങ്ങളായി ഇത്തരത്തിൽ CPM CPI എന്ന് പറയുന്ന തർക്കം ഉടലെടുക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആരാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ആ സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ടുമുണ്ട്. CPIയും അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. പിന്നീട് അവർ ഒരുമിച്ച് പോകുന്നു, അനുനയത്തിൽ വീഴുന്നു എന്നുള്ളതാണ്. ഇവിടെയും വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഇപ്പോഴും അണികൾ പറയുന്ന, അല്ലെങ്കിൽ CPM-ന്റെ പ്രധാന നേതാക്കൾ പറയുന്നത് തർക്കമൊന്നുമില്ല എന്നാണ്. താങ്കൾക്കും അതേ അഭിപ്രായം തന്നെയാണോ ഉള്ളത്? തീർച്ചയായിട്ടും. ഇതൊക്കെ ബാലിശമായ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചർച്ചയ്ക്കെടുക്കുന്ന ചില കാര്യങ്ങൾക്കപ്പുറം ഇന്ത്യയിലെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിക്കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല, മുഴുവൻ ഇടതുമതേതര ചേരികളും കൂടുതൽ ഐക്യതയിലേക്ക് നീങ്ങണമെന്നുള്ള പ്രഖ്യാപിതമായ നിലപാടാണ് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമുള്ളത്. ഒരു പക്ഷേ കോൺഗ്രസിനേക്കാൾ ദേശീയ തലത്തിൽ തങ്ങളുടെ പരിമിതികൾക്കും ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് വലിയ സമരാവേശത്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലവിലെ സാഹചര്യത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഇതാ വരും ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ ഡൽഹിയിൽ പോലും പ്രക്ഷുബ്ധമായ വലിയ പോരാട്ടത്തിനും സമരത്തിനുമാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. CPIയെ സംബന്ധിച്ചവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനുശേഷമാണ് CPM ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അവരുടെ നയവും നിലപാടും ഒക്കെ ഒന്ന് തന്നെയാണ്. രണ്ട് സംഘടനാ രീതിയാണെന്ന് മാത്രമേ ഉള്ളൂ. ജ്യേഷ്ഠാനുജന്മ മാത്രമാണവർ.
അല്ല, ഞാൻ ഒരു കാര്യം ചോട്ടെ. ഇപ്പൊ താങ്കൾ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പറയുമ്പോഴും പിന്നെ എന്തിനാണ് കഴിഞ്ഞ ദിവസം ഈ ടി.പി. രാമകൃഷ്ണൻ ബിനോയ് വിശ്വത്തെ കണ്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്? നോക്കൂ, അതൊക്കെ ഒരു അത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അല്ലാതായി മാറുന്നത്? ശ്രീ ബിനോയ് വിശ്വം ബിനോയ് വിശ്വം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കത്തിന്റെ പേര് പറഞ്ഞാണ് ഇപ്പോൾ CPM ഇത്തരത്തിൽ ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം മാറ്റി നിർത്തുന്നത്. അങ്ങനെ കീഴ്വഴക്കത്തിന്റെ പേരിൽ KN ബാലഗോപാലിനെ ഉയർത്തി കാണിക്കാൻ അനുവദിക്കില്ല എന്ന് ബിനോയ് വിശ്വം തന്നെ വെളിപ്പെടുത്തിയതല്ലേ? താങ്കളും ആ ദൃശ്യങ്ങളും കണ്ടതാണല്ലോ. അല്ല, CPI-യും CPM-ഉം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് പാർട്ടികളാണ്. രണ്ട് പാർട്ടികളുടെയും നിലപാടും പ്രഖ്യാപിത നയവും ഒന്നാണെങ്കിലും സംഘടനാ രീതികളും ഒക്കെ വ്യത്യസ്തങ്ങളാണ്. അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. ഒരു മുന്നണിയിൽ കക്ഷികളാണ്. ആ കക്ഷികൾ തമ്മിൽ സ്വാഭാവികമായിട്ടും പലപ്പോഴും അഭിപ്രായ ഐക്യവും ഉണ്ടാകും, അഭിപ്രായ അനൈക്യവും ഉണ്ടാകും. ആ അനൈക്യങ്ങൾ കൂട്ടായ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാൻ പ്രാപ്തമായ നേതൃത്വമാണ് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമുള്ളത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. ഇതൊക്കെ എന്ന് പറയുന്ന ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകളാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു ചോദ്യം, ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട ഒരു പാർട്ടി കൺവീനർ അല്ലെങ്കിൽ ആയിരുന്ന ആൾ ടി.പി. രാമകൃഷ്ണൻ എന്തിനാണ് വീണ്ടും ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്? ചർച്ചയുടെ ആവശ്യമില്ലല്ലോ, അങ്ങ് പറഞ്ഞ് മതിയാക്കിയാൽ മതിയല്ലോ. അത് അങ്ങനെ ഒരു സംഭവമില്ല, ആ ഒരു തർക്കമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വാക്കാൽ പറഞ്ഞാൽ മതിയല്ലോ. അത് നിങ്ങളുടെ വീക്ഷണത്തിലെ പിഴകാണ്, പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്കും കോൺഗ്രസ് അനുഭാവികൾക്കും. കോൺഗ്രസുകാർ കണ്ടു വളർന്ന ഒരു ശീലമുണ്ട്. അത് മുകളിൽ നിന്ന് ഹൈ കമാൻഡ് എന്നാണ് അതിന്റെ പേര്. ആ കമാൻഡ് എന്തു പറയുന്നോ അത് അംഗീകരിച്ചങ്ങ് പോകും. ലീഗിനും ഉണ്ട് ആ സോക്കേട്. പാണക്കാട് നിന്ന് എന്തുണ്ടോ അത് പറയും. അവിടെ ജനാധിപത്യമോ സോഷ്യലിസത്തിനോ ഒന്നും വലിയ പ്രാധാന്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് താങ്കൾ കൂടി കണ്ടു കാണും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വെച്ച ഫ്ലെക്സുകളിൽ മറ്റൊരു മുഖമെങ്കിലും താങ്കൾക്ക് കാണിച്ചു തരാൻ കഴിയുമായിരുന്നു? പിണറായി വിജയൻ എന്ന് പറയുന്ന ഏക വ്യക്തിയുടെ മുഖമല്ലാതെ ഈ KSRTC ബസ്സുകളിൽ ഉൾപ്പെടെ, നിരത്തുകളിൽ ഉൾപ്പെടെ, ഫ്ലെക്സ് ബോർഡുകളിൽ ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞത് പിണറായി 2.0 എന്നുള്ളതാണ്. അവിടെ ഹൈക്കമാൻഡും പാണക്കാട് തങ്ങളുടെ പോലുള്ള ആ ഒരു കമാൻഡോ ഒന്നും നമ്മൾ കണ്ടില്ല. അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപത്യ സ്വരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 35ലേക്ക് ഒതുങ്ങിയപ്പോൾ മാത്രമാണ് പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുന്ന പോലും. അന്ന് അധികാരം ഉണ്ടായിരുന്ന സമയത്ത് ഒരു വാക്കെങ്കിലും, ഒരു കാര്യമെങ്കിലും പിണറായി വിജയനെതിരെ പറയാൻ ഈ നേതാക്കൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? നോക്കൂ, അത് തെറ്റിദ്ധാരണയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പാർട്ടി സമ്മേളനങ്ങളിൽ രക്തസാക്ഷികളുടെ ഫോട്ടോയാണ് വെക്കാറുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിക്കാട്ടിയത് സഖാവ് പിണറായി വിജയന്റെ ഫോട്ടോ ആണ്. അത് അതിൻ്റെതായ കാരണമുണ്ട്. എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായിട്ട് കേരളത്തിൽ സമഗ്ര വികസനത്തിന് തുടക്കം കുറിച്ച് നടപ്പിലാക്കിയ ഒരു EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ശേഷമുള്ള കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു തുടർ ഭരണം വരേണ്ടത് കേരളത്തെ സംബന്ധിച്ച് അനിവാര്യതയാണെന്നാണ്. ഞാൻ താങ്കളോട് ഒരു കാര്യം കൂടി ഇടപെടുന്നതിൽ ക്ഷമിക്കുക, കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർപ്പിക്കാതെ. അതായത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് അന്ന് ദിവസം വൈകുന്നേരം ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ പോസ്റ്റ് ഇട്ടത് താങ്കൾ കൂടി ശ്രദ്ധയിൽപ്പെട്ട് കാണും. അന്ന് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്ന കാര്യം ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള, അല്ലെങ്കിൽ ഏകാധിപത്യപരമായുള്ള രീതികൾക്കെതിരെയുള്ള ഒരു തിരിച്ചടിയാണ്, അല്ലാതെ പാർട്ടിക്ക് ഏറ്റ ഒരു തിരിച്ചടിയല്ല. തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയണം എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ കഴിഞ്ഞ ഒരു മാസങ്ങൾക്കുള്ളിൽ തന്നെ തൃശ്ശൂരിൽ നടത്തിയ EMS സെമിനാറിനുള്ളിൽ P. രാജീവ് എന്ന് പറയുന്ന മുൻ മന്ത്രി പറഞ്ഞതാണ്, LDF അല്ലാതെ മറ്റാര് എന്ന തലവാചകം പോലും ശരിയായ രീതിയിലല്ല ജനങ്ങൾ ഉൾക്കൊണ്ടത്. അത് വലിയ രീതിയിൽ തിരിച്ചടിയായി. പാർട്ടിയിൽ ഏകാധിപത്യ രീതി ആയിരിക്കരുത് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞത് നിങ്ങളുടെ മന്ത്രിയാണ്, നിങ്ങളുടെ ആളാണ് പറഞ്ഞിരിക്കുന്നത്. അത് മറ്റാരുമല്ല, പുറത്തുനിന്ന് ഒരാളല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് അങ്ങനെയാണ്, ഏകാധിപത്യപരമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകരുത്. ഇരു മുന്നണികളുടെ, ഇപ്പോൾ ഒരു പാർട്ടി സംവിധാനമാകുമ്പോൾ മുന്നണികളുടെ കൂടി സ്വരം കേൾക്കണം. ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് CPM കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന CPIക്ക് എന്തുകൊണ്ട് ആ പ്രാതിനിധ്യം പാർട്ടി നൽകുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതും LDF-കാർ തന്നെയാണ്. നോക്കൂ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. താങ്കളുടെ ആ കാഴ്ചപ്പാടിന്റെ പോരായ്മയായിട്ടാണ് വീണ്ടും ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ബിനീഷ് കോടിയേരി എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് ആരുമല്ല. അദ്ദേഹം ഒരു പാർട്ടി മെമ്പർ ആണോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കോടിയേരി ബാലകൃഷ്ണൻ അല്ല, കോടിയേരി ബാലകൃഷ്ണൻ ആരായാലും, അതാണ് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിന്റെ തെറ്റ് ഞാൻ തിരുത്തി തരുക. നെഹ്റു കുടുംബത്തിലോ ഗാന്ധി കുടുംബത്തിലോ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ ആര് ജനിച്ചാലും അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അവസാന വാക്ക്. അവരാണ് അവരുടെ ലീഡർ. അത്തരം ഒരു സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലില്ല. കോടിയേരി ബാലകൃഷ്ണൻ പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പാർട്ടിയുടെ സമുന്നതനായ വ്യക്തിത്വമായിരുന്നു. അതിനർത്ഥം കോൺഗ്രസിനെ പോലെ പിറന്നു വീഴുന്ന ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ഒക്കെ CPM-ന്റെ വക്കാലത്തോ വക്താവോ ആകുമെന്നുള്ള നിങ്ങളുടെ ധാരണ നിങ്ങൾ തിരുത്തണം.
ബിനീഷ് കൊടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അപ്രസക്തമാണ്. കാരണം അദ്ദേഹം പാർട്ടിയുടെ ഒരുവിധ ബോഡിയിലുമില്ല. അതുകൊണ്ട് തന്നെ താങ്കളുടെ ആ വാദത്തെ ഞാൻ തള്ളിക്കളയുകയാണ്. ശരി. മറ്റൊന്ന് ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം, അതും നിങ്ങൾ കണ്ടറിഞ്ഞ അനുഭവങ്ങളുടെ പിഴവാണ്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കിക്കൊണ്ട് പാണക്കാട് തങ്ങൾ 5ാം മന്ത്രിയെ പ്രഖ്യാപിച്ചപ്പോൾ അതിനു മുമ്പിൽ പുച്ഛിച്ച് തലതാഴ്ത്തി നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് കേരളത്തിലെ KPCC നേതൃത്വം. 2, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും താങ്കളടക്കമുള്ളവർ കണ്ടു കാണും, ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ സംസ്ഥാനത്തിന്റെ 102 സീറ്റ് നേടിയ ഒരു മുന്നണിയുടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് AICC-യോ KPCC-യോ അല്ല, പാണക്കാട് നിന്നാണ്. അത് അല്ല, താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഞാൻ കണ്ടതിന്റെ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണെന്ന്. ഇപ്പോൾ നേരെ തിരിച്ച് അതേ സാഹചര്യം തന്നെയാണ്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ജനാധിപത്യപരമായും വിശ്വസിക്കുന്ന ഒരു പാർട്ടിയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നാളിതുവരെ അങ്ങനെ തന്നെയാണ് UDF മുന്നോട്ട് പോയിട്ടുള്ളത്. മുൻകാല ചരിത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു തീരുമാനം ഒറ്റയ്ക്കെടുക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ മുന്നണികളെ എല്ലാവരെയും കൂടി സമവായത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും. ഇനി താങ്കൾ പറഞ്ഞു പാർട്ടി എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ അവിടെ പിണറായിയോ ബിനീഷ് കോടിയേരിയോ ഒന്നുമല്ല, അവിടെ പാർട്ടിയാണ് വരുന്നത്. താങ്കളെ ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. അതായത് ശംഖുമുഖത്ത് വലിയൊരു സമ്മേളനം നടന്ന സമയത്ത് അന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു. ഒരു കുട്ടി കടലിൽ നിന്ന് വെള്ളം കോരി ഈ ബക്കറ്റിലേക്ക് ഇടുമ്പോൾ അതിലേക്ക് നോക്കി കുട്ടി പറയുന്നു, അമ്മയെ കടൽ അതിനകത്തില്ലല്ലോ എന്ന് പറയുന്നു. അന്ന് VS-നെ വേദിയിലിരുത്തിക്കൊണ്ടാണ് അന്ന് ഈ പിണറായി വിജയൻ ഈ പരാമർശം നടത്തിയത്. പിന്നീട് VS അതിനൊരു നല്ല മറുപടി നൽകുന്നുണ്ട്. പാർട്ടിയേക്കാൾ വലുതല്ല ആരും എന്നാണ് പറഞ്ഞ് അന്ന് കയ്യടി വാങ്ങിയത് പിണറായി വിജയൻ. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിണറായി 2.0 എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത് അതേ വ്യക്തി തന്നെയാണ്. ഒരാളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയതും അതേ വ്യക്തി തന്നെയാണ്. നോക്കൂ, CPIM-ലെയോ CPI-ലെയോ തമ്മിലെ ഏതെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെ പർവ്വതീകരിച്ച് പറയുന്ന താങ്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ശംഖുമുഖത്തെ ഒരു കടലിലെ ബക്കറ്റിന്റെ കാര്യം മാത്രമേ നിങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ളൂ. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു MP ഉണ്ട്. ഇപ്പൊ കഴക്കൂട്ടത്ത് മത്സരിച്ച് തോറ്റ ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ട്. താങ്കൾക്ക് ആ ചരിത്രം അറിയുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. മ്യൂസിയം ജംഗ്ഷനിൽ വെച്ച് ഉടുതുണി പോലും പറിച്ചെറിഞ്ഞ് പൂർണ്ണ നഗ്നരാക്കപ്പെട്ട 2 നേതാക്കളാണ് അവർ. അവരെ ആ രീതിയിൽ ആക്കിയത് BJP-ക്കാരോ CPM-കാരോ ഒന്നുമല്ല, കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ഗ്രൂപ്പിസത്തിന്റെ രക്തസാക്ഷികളായി എത്രയോ ആളുകൾ നമ്മുടെ പേരിലുണ്ട്. എത്രയോ കൊലപാതകങ്ങൾ പരസ്പരം കൊന്നു തള്ളിയിട്ടുണ്ട്. എത്ര യോഗങ്ങൾ അലങ്കോലമാക്കിയിട്ടുണ്ട്. എത്ര മുഖ്യമന്ത്രിമാർ മാറിയിട്ടുണ്ട്. എത്ര പേരുടെ പ്രഗത്ഭന്മാരായ എത്ര കോൺഗ്രസ് നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര കോൺഗ്രസ് പ്രവർത്തകർ രാഷ്ട്രീയം നിർത്തിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. ആ നിലയിൽ ഗ്രൂപ്പിസത്തിന്റെയും അങ്ങനെയാണെങ്കിൽ പയ്യന്നൂരിൽ, തളിപ്പറമ്പിൽ, അമ്പലപ്പുഴയിൽ, ഇപ്പോൾ പാലക്കാട്, ആലപ്പുഴയിൽ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു. നിങ്ങളുടെ വളരെ പ്രഗത്ഭരായ നേതാക്കൾ ഉൾപ്പെടെ. അമ്പലപ്പുഴയിൽ നിങ്ങൾ കണ്ണേ കരളെ എന്ന് വിളിച്ച G. സുധാകരനെ കഴിഞ്ഞ ദിവസം വിളിക്കുന്ന ഇടവെന്നാണ്. അല്ലെങ്കിൽ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ചെറ്റ എന്നാണ്. അതിനുശേഷം പയ്യന്നൂരിലും തളിപ്പറമ്പിലും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖാക്കന്മാരെ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ പുറത്താക്കിയതും അവരെ തള്ളിയതും കൊള്ളിയതും നിങ്ങൾ തന്നെയാണ്. ആ ഒരു സാഹചര്യം കൂടി ഓർക്കണം. ഇത് രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ വസന്തകാലം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഓരം ചേർന്ന് നിന്നുകൊണ്ട് നേടാവുന്നത് മുഴുവൻ നേടി. മന്ത്രിയായി, MLA ആയി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, ഒരു പുരുഷായുസിൽ, ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു മനുഷ്യൻ നേടാവുന്നത് മുഴുവൻ നേടിയതിനു ശേഷം പാർട്ടിയും മുന്നണിയും പ്രത്യയശാസ്ത്രവും ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റുകാരായി മാറുന്നവരെ പിന്നെ എന്ത് ഭാഷയാണ് സംസാരിക്കേണ്ടത്? അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ട് അദ്ദേഹത്തെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി വീണ്ടും ഒരു ചടങ്ങ്, ഒരു പാലത്തിന്റെ ഉദ്ഘാടനത്തിനായി എത്തുകയും അദ്ദേഹത്തിനെ വീണ്ടും ഫോണിൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തിട്ട് പിന്നീട് സുഖവിവരമൊക്കെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ വീമ്പ് പറഞ്ഞു പോയ പിണറായി വിജയനെയും നമ്മൾ ഏത് തരത്തിൽ കാണണം? അല്ല, പിണറായി വിജയന്റെ കാര്യം താങ്കൾ പറയുന്നതിന് മുമ്പ് ഭീമാകാരമായ മറ്റൊരു വസ്തുത അപ്പുറത്ത് കിടപ്പുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്ത് കോൺഗ്രസിന് വേണ്ടി ജീവത്യാഗം ചെയ്ത സീതാറാം കേസരി എന്ന് പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു AICC പ്രസിഡന്റിനെ അദ്ദേഹം പോലും അറിയാതെ ഒറ്റ രാത്രി കൊണ്ട് പിടിച്ചിറക്കി പടിക്ക് പുറത്തിറക്കി AICC പ്രസിഡന്റായ ആളാണ് ശ്രീമതി സോണിയാഗാന്ധി. കോൺഗ്രസ് KPCC പ്രസിഡന്റുമാരെ മാറ്റിയിട്ട് തെന്നല ബാലകൃഷ്ണപിള്ളയെ പോലെയുള്ള പ്രഗത്ഭനായ ഒരാളെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയിട്ട് ഷാർജയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന K. മുരളീധരനെ കേരളത്തിന്റെ KPCC പ്രസിഡന്റാക്കിയ കോൺഗ്രസ് ആണോ പിണറായി വിജയൻ ഏതോ സഖാവിനെ കണ്ടപ്പോൾ മിണ്ടാട്ടം നടത്തിയില്ല എന്ന പരാതി പറയുന്നത്? അതൊരു പ്രശ്നമായിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്നില്ല, അതൊരു പ്രശ്നമാണെന്ന് താങ്കൾ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഉഭയകക്ഷി ചർച്ചയിലൂടെ ആ പ്രശ്നം
പരിഹരിക്കപ്പെടും. തീർച്ചയായും ഇതൊന്നും താങ്കൾ ഇപ്പോൾ തീർത്താൽ പറഞ്ഞു തീരാത്ത തന്നെയാണ് അതിന്റെ ഏറ്റവും വിഷയങ്ങളല്ല. പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. CPM CPI തമ്മിൽ ഒരു തർക്കവുമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു തർക്കമില്ലാതെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത്. ഉഭയകക്ഷി ചർച്ചയിലൂടെ അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം, താങ്കൾ തുടരുക. ശ്രീ AK സാദിഖ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ശ്രീ ജലീൽ പുനരൂർ പറഞ്ഞ പോലെ അദ്ദേഹം കുറെ ഉദാഹരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാർക്കിടയിൽ ഉണ്ടാകുന്നത്. അങ്ങോട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചൊരു ചോദ്യത്തിനും മറു ഉദാഹരണമാണ് അദ്ദേഹം നൽകുന്നത്. എന്ത് മറുപടിയാണ് നൽകാനുള്ളത്? ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 102 സീറ്റിൽ UDF ഭരണത്തിൽ വന്നു. 35 സീറ്റിലേക്ക് ദയനീയമായി LDF താഴെ പോവുകയും ചെയ്തു. 11 കക്ഷികളുള്ള LDF പിണറായി 3.0 വേണ്ടി മുന്നോട്ട് വന്നെങ്കിൽ 8 കക്ഷികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒലിച്ചുപോയി. ഇപ്പോൾ 3 കക്ഷിയേ ഉള്ളൂ. CPM-ന് 26 MLA-മാരും CPI-ക്ക് 8-ഉം രാഷ്ട്രീയ ജനതാദളിന് 1-ഉം. ഇവിടെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, ഈ 2 സ്ഥാനങ്ങളാണ് അവർക്കുള്ളത്. ഇവിടെ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകാൻ 13 ദിവസത്തോളം വൈകിയപ്പോൾ ഇവിടെ അർമാദിച്ചവരാണ് ഈ പറയുന്ന ഈ CPI-യും CPM-ഉം നേരത്തെ പറഞ്ഞ INL-ന്റെ 2 കഷണം ഉൾപ്പെടെയുള്ള LDF-ന്റെ മുഴുവൻ പേരും. ആ കാര്യം 13 ദിവസം കൊണ്ട് തീർപ്പ് കൽപ്പിച്ചു. മന്ത്രിമാരായി, സ്പീക്കറായി, ഡെപ്യൂട്ടി സ്പീക്കറായി, ചീഫ് വിപ്പായി, എല്ലാമായി, ഭരണവുമായി കാര്യങ്ങൾ ജനങ്ങൾ വളരെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ 102 എന്നുള്ള 125 സീറ്റ് വരെ കിട്ടുമെന്നുള്ള നിലയിലുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ വലിയ വിപ്ലവം പറയുന്ന ഇടതുപക്ഷത്തിന് ഒരു ഉപനേതാവിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു നിയമസഭാ ഉപകക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. അത് യോഗം ചേരണമെങ്കിൽ ഈ കാര്യത്തിൽ തീരുമാനമായിട്ട് പിന്നീട് യോഗം ചേരാമെന്നാണ് ബിനോയ് വിശ്വം ഇന്നലെ MN സ്മാരകത്തിൽ വന്ന TP രാമകൃഷ്ണനോട് പറഞ്ഞത്. ഈ TP രാമകൃഷ്ണനും ഇതിനു മുമ്പ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, MV ഗോവിന്ദനാണെന്ന് തോന്നുന്നു, MN സ്മാരകത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഇവരെ ഈ പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ PM ശ്രീയുടെ സമയത്തെങ്ങാണ്ടാണ് MV ഗോവിന്ദൻ അവിടെ ചെന്നത്. ഇപ്പം TP രാമകൃഷ്ണൻ ഇന്നലെ പോയി ബിനോയ് വിശ്വവുമായിട്ട് 1 മണിക്കൂർ ചർച്ച ചെയ്തത് കോൺഗ്രസിനും UDF-നുമെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാനുള്ള ചർച്ചയ്ക്കാണോ? ഒന്നും അല്ലല്ലോ. അവരുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൻ്റെ ഡേറ്റ് തീരുമാനിക്കാനാണോ? LDF-ന്റെ രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ യോഗം തീരുമാനിക്കാനാണോ? ഒന്നുമല്ല. ബിനോയ് വിശ്വത്തിനെ ഒന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണം. പക്ഷേ കുഞ്ചു, എൻ്റെ ഒരു അഭിപ്രായവും രാഷ്ട്രീയ കേരളത്തിൽ നാളിതുവരെ CPI-യുടെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവങ്ങളും വെച്ച് നോക്കിയാൽ ഇത് നനഞ്ഞ പടക്കമായിട്ട് ഇത് അവസാനിക്കും. ഇവിടെ മുമ്പ് LDF-ൽ, ഇപ്പോഴെങ്ങുമല്ല, RSP LDF-ന്റെ കൂടെ ഇരുന്നപ്പോൾ VP രാമകൃഷ്ണപിള്ള RSPയുടെ നേതാവ് ഒരിക്കൽ RSPയുടെ ഒരു തീരുമാനം അനുവദിച്ചില്ലെങ്കിൽ മന്ത്രിയെ പിൻവലിക്കുമെന്ന് പറഞ്ഞു. മന്ത്രി ആരായിരുന്നു? NK പ്രേമേന്ദ്രൻ. പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ പിൻവലിക്കുന്നില്ല. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, മന്ത്രിയെ പിൻവലിച്ചോ? പിൻവലിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പിൻവലിച്ചു. ആര്? മന്ത്രിയെ പിൻവലിച്ചോ? അല്ല, മന്ത്രിയെ പിൻവലിക്കുമെന്ന് പറഞ്ഞ പ്രസ്താവന പിൻവലിച്ചു. ആ ഓർമ്മയുണ്ടോ ആ വിഷയം? ഏതാണ്ട് അതേ ആവർത്തനം ഇപ്പോൾ ഈ ബിനോയ് വിശ്വം നടത്തും. അതായത് ഞങ്ങൾക്ക് ഈ ഉപനേതാവിനെ കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ നിയമസഭയിൽ CPM-മായി സഹകരിക്കില്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് 5-6 ദിവസവും കൂടി കഴിയുമ്പോൾ ഈ തീരുമാനം ഉപനേതാവിനെ അവർ ഏകപക്ഷീയമായി ശ്രീ KN ബാലഗോപാലിനെ പ്രഖ്യാപിക്കാം. അപ്പോൾ ബിനോയ് വിശ്വത്തിനോട് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ പറയും ആ പ്രസ്താവന ഞങ്ങൾ പിൻവലിച്ചു, ഞങ്ങൾ സഹകരിക്കാൻ തീരുമാനിച്ചു. CPI എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ അഡ്രസ് ഉണ്ടാക്കി കൊടുത്തതും മാന്യമായ അംഗീകാരം കൊടുത്തതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. 1969 നവംബർ 1 അച്യുതമേനോൻ ആദ്യം മുഖ്യമന്ത്രിയായി. CPI MLA-മാരിൽ CPI-യുടെ ഇരട്ടി MLA-മാർ കോൺഗ്രസിനുണ്ടായിട്ടും ആ അച്യുതമേനോൻ എന്ന വ്യക്തിയെ പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാക്കി. തുടർന്ന് തുടർഭരണം അവിടെ കിട്ടി. 1970 തെരഞ്ഞെടുപ്പിൽ അച്യുതമേനോൻ വീണ്ടും മുഖ്യമന്ത്രിയായി. അടിയന്തരാവസ്ഥയിലെ 1.5 വർഷവും കൂടി ചേർത്ത് 7 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് 77-ൽ 111 സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കരുണാകരൻ മുഖ്യമന്ത്രിയായി. AK ആന്റണിക്ക് ശേഷം PK വാസുദേവൻ നായർ എന്ന് പറയുന്ന ആളിനെ
രണ്ടാമത്തെ CPI മുഖ്യമന്ത്രിയാക്കി ശ്രീ AK ആന്റണി തന്നെ തൻ്റെ പിൻഗാമിയായി കൊടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേർപകുതി സീറ്റ് അവർക്കില്ല. ഇങ്ങനെ സുഖം അനുഭവിച്ച രാഷ്ട്രീയ പാർട്ടിയിൽ മുന്നണിയിൽ നേർപകുതി സീറ്റ് മാത്രമുള്ള പാർട്ടിക്ക് മുഖ്യമന്ത്രി പദം കൊടുത്തത് അനുഭവിച്ച പാർട്ടിയാണ് CPI. ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാഗം തന്നെയാണ് CPI. പക്ഷേ കുഞ്ചു, മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ സാന്ദർഭികമായി നമ്മൾക്ക് ഓർമ്മിപ്പിക്കാം. ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞത് ആദ്യത്തെ EMS സർക്കാരാണ് പറഞ്ഞതെങ്കിലും അത് ഉത്തരവാക്കിയത് അച്യുതമേനോനാണ് 1970 ജാനുവരി 1-ന്. അതിൻ്റെ 50ാം വാർഷികം 2020 ജാനുവരി 1-ന് പിണറായി വിജയൻ സർക്കാർ ആചരിച്ചപ്പോൾ അച്യുത മേനോൻ എന്നുള്ളൊരു വാക്കവിടെ ഉപയോഗിച്ചില്ല. ഉണ്ടോ? ഇല്ല. CPIക്ക് ഒരു പരാതിയും ഇല്ലായിരുന്നു. പിന്നെ നാണം കെട്ട് അവരെന്ത് ചെയ്തു? അവർ പ്രത്യേകം പോയി ഒരു 50ാം വാർഷികം നടത്തിയ പാർട്ടിയുടെ പേരാണ് CPI. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരാണ് ബിനോയ് വിശ്വം. രാഷ്ട്രീയ ജനതാദളിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ്. അതെ, പറഞ്ഞു അവർ തമ്മിലുള്ള തർക്കത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടായില്ലെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതെ, അദ്ദേഹം നല്ലൊരു കാര്യം പറഞ്ഞു. അതായത് CPI ഇപ്പോൾ ഞങ്ങൾക്ക് ഉപനേതാവ് വേണമെന്നും വിട്ടുവീഴ്ച ചെയ്യണമെന്നും ഒക്കെ പറയുന്നല്ലോ. വിട്ടുവീഴ്ച പണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. 2022-ൽ RJDയുടെ MP ശ്രേയസ് കുമാറിൻ്റെ രാജ്യസഭാ കാലാവധി തീർന്നപ്പോൾ അത് RJDക്ക് കൊടുക്കാതെ CPM എന്ത് ചെയ്തു? CPIക്ക് കൊടുത്തു. അതിനുശേഷം 2024-ൽ ബിനോയ് വിശ്വത്തിൻ്റെ ടൈം തീർന്നപ്പോൾ ബിനോയ് വിശ്വത്തിന് പകരം അത് വീണ്ടും CPIക്ക് കൊടുത്തു. അപ്പോൾ പറഞ്ഞ ന്യായം എന്താ? ഒരു പാർട്ടിയുടെ രാജ്യസഭാ സീറ്റ് ഒഴിയുമ്പോൾ ആ പാർട്ടിക്ക് തന്നെ കൊടുക്കണം. ഇത് 2022-ൽ ബാധകമല്ലേ? അപ്പോൾ ഇവിടെ ഈ ഉപനേതാവ് എന്ന് പറയുന്ന സ്ഥാനം ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഈ സെക്രട്ടേറിയറ്റിൽ നിയമസഭാ മന്ദിരത്തിനകത്ത് ഒരു AC റൂം കിട്ടും. ആ ഒരു റൂമിന് വേണ്ടി മാത്രമുള്ള വിലപേശലാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ് ഈ പദവി ചോദിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആ ചോദ്യത്തിന് ഒരർത്ഥവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ടത്തെ സീറ്റ് ഈ CPM ഇവർക്ക് കൊടുത്തപ്പോൾ അത് വാങ്ങിയതിനകത്തുള്ള ആ ഒരു പ്രതിഷേധം തീർക്കുകയാണ് ചെയ്തത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഐക്യമുന്നണി എന്ന് പറയാൻ കേരളത്തിൽ ഒരു മുന്നണിയേ ഉള്ളൂ. അത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്, UDF ആണ്. അപ്പുറത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാമെങ്കിലും അതിനകത്ത് ഇടതുപക്ഷവുമില്ല, ഐക്യവുമില്ല, അനൈക്യ മുന്നണിയാണ് അതെന്ന് കൃത്യമായി ഇപ്പോൾ പറയാം. INLന്റെ നേതാവ് അഹമ്മദ് ദേവർകോവിൽ, നേരത്തെ നമ്മളുടെ ജലീൽ പിന്നല്ലൂരിൻ്റെ നേതാവ് പറഞ്ഞല്ലോ, അതും നമ്മൾ കേട്ടു. CPI ഇത് ചോദിക്കുന്നതിനകത്തൊന്നും ഒരർത്ഥമില്ല. കാര്യം എന്താ? CPMനെ പിണക്കിയാൽ ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴും. ഏകപക്ഷീയമായ പോക്കാണ് CPM നടത്തുന്നത്. CPIക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തപ്പോൾ പിന്നെ ഒരു MLA പോലും ഇല്ലാത്ത ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട. ഇത് ഏകാധിപത്യമാണ്. CPIക്ക് അതിനെ 1 ഇഞ്ച് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും ഉറപ്പാണ്. ശരി, തീർച്ചയായും. ശ്രീ മഞ്ചവലാക ജയൻ, ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഐസ് കട്ട പോലെ അലിയുമെന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നീട് ഒരു എതിർപ്പുമില്ലാതെ അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, ആരെ അറിയിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെയുള്ള ആക്രോശത്തോടു കൂടി വരുന്ന കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പക്ഷേ CPMനെ CPI മലർത്തിയടിക്കുമെന്ന്. പിന്നീട് ഈ അടുത്തിടയ്ക്ക് PP സുനീർ ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ പറഞ്ഞതും അത് തന്നെയാണ്. ഞങ്ങൾ മുമ്പ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ LDFന് ഈ അവസ്ഥ വരികയില്ലായിരുന്നു എന്ന്. അതായത് ഒരു ഏകാധിപത്യ വ്യവസ്ഥയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു പാർട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ KK രാഗേഷിനെതിരെയായി EP ജയരാജനും PK ശ്രീമതിയും KK ശൈലയും ഒക്കെ രംഗത്തെത്തുന്നു. രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് CPM പാർട്ടി മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ CPIയും ഈ പ്രതിരോധം ഉണ്ടാക്കുന്നു. ഈ പ്രതിരോധങ്ങളൊക്കെ CPMന്റെ മുന്നിൽ വില പോകുമോ? നോക്കൂ, സത്യം പറഞ്ഞാൽ CPMനകത്ത് അങ്കലാപ്പാണ്. അതിലൊരു സംശയവും വേണ്ട. അത് കേഡർ പാർട്ടിയായിട്ട് അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ പിണറായി വിജയനെതിരാണ് ജയരാജന്മാർ അല്ലെങ്കിൽ ശൈലജ ടീച്ചറൊക്കെ. അതിനകത്ത് ഭയങ്കര പ്രശ്നമുണ്ട്. ഇവരിങ്ങനെ മൂടിക്കെട്ടി പോകുന്നു എന്നുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്ത് വരും. പിന്നെ CPI, ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊക്കെ ഒരു നിലവാരമുള്ള പാർട്ടിയായിരുന്നു CPI. CPMനെ പോലെ അല്ല. പക്ഷെ ബിനോയ് വിശ്വത്തിൻ്റെ കയ്യിൽ വന്ന ശേഷം ആ പാർട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ്. പണ്ട് പന്ന്യൻ രവീന്ദ്രൻ അതുപോലുള്ള മുതിർന്ന നേതാക്കളുടെ കയ്യിലൊക്കെ ഇരുന്നപ്പോൾ നമുക്കറിയാം പല നേതാക്കളും CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നവർ നിലപാടുകളെടുത്തവരാ. പിന്നെ എൻ്റെ ഇടതുപക്ഷ സുഹൃത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞു പോയി.
കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ കുറിച്ചൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറയുന്നത്, സുഹൃത്ത് ലൈനിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്, ഈ ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ ഐശ്വര്യമാണെന്നേ. അതേപോലെ നിങ്ങൾ ഇവിടെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി താമസിച്ച കാര്യം പറഞ്ഞു. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഒന്നിലധികം ആൾക്കാരുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഐശ്വര്യം. ഒന്നല്ല, ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ 3 പേർ, അവർക്ക് എന്താ അയോഗ്യത? അത് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യപ്പെട്ടു, പല ചർച്ചകൾക്ക് വിധേയമാക്കി, അവസാനം പാർട്ടി ഒരു തീരുമാനമെടുത്തു. ഞാൻ ചോദിക്കട്ടെ, CPM-ൽ ചർച്ചയുണ്ടോ? നിങ്ങൾക്ക് പോളിറ്റ് ബ്യൂറോ ഉണ്ട്, ഹൈക്കമാൻഡ് നമ്മൾ പറയും പോളിറ്റ് ബ്യൂറോ ഉണ്ട്. എന്താ പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച? ഒരു ചർച്ചയില്ല. MA ബേബിയെ ദേശീയ സെക്രട്ടറി ആക്കരുത് എന്ന് പറഞ്ഞ പശ്ചിമബംഗാളിലെ ഒരു നേതാവ് പറഞ്ഞപ്പോൾ അതൊക്കെ പുല്ലുപോലെ എടുത്തു കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇടതുപക്ഷം വന്ന ഒരേ ഒരാളേ ഉള്ളൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പാവം VS അച്യുതാനന്ദൻ എന്നപ്പോൾ അദ്ദേഹത്തെ ഇനിയും ബുദ്ധിമുട്ടിക്കാനൊന്നുമില്ല. അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ വെച്ചില്ല. നേരത്തെ ഇവിടെ കുഞ്ചു പറഞ്ഞതുപോലെ അദ്ദേഹത്തെ യോഗങ്ങളിൽ പോലും അധിക്ഷേപിക്കുകയുണ്ടായി. ഇവിടെ അധികാരം വന്ന ഒരേ ഒരാൾ. ഇനി അദ്ദേഹം മുഖ്യമന്ത്രിയപ്പോൾ ആരെയാ മന്ത്രിയാക്കിയത്? മരുമകനെ. ഇവിടെ നേരത്തെ അങ്ങ് മക്കൾ രാഷ്ട്രീയമാണ്, കോൺഗ്രസിനകത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ വാചകം അടിക്കുന്നുണ്ട്, പ്രസംഗം നടത്തുന്നത് കേട്ടു. നിങ്ങൾക്ക് എങ്ങനെയാ കഴിഞ്ഞ വർഷത്തെ മന്ത്രിസഭയിൽ ആരായിരുന്നു? PWD മിനിസ്റ്റർ ആരായിരുന്നു? നിങ്ങളുടെ മരുമകൻ. അത് നിങ്ങൾക്ക് ആക്ഷേപമില്ലേ? പിന്നെ ഇവിടെ നിങ്ങൾക്ക് കോടിയേരി ബാലകൃഷ്ണൻ്റെ മോനെന്ന് പറയാനുള്ള നാക്ക് പോലും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. കോടിയേരിയുടെ ഭാര്യ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒന്ന് വിളിച്ച് സുഖമാണോ എന്ന് കോടിയേരിയുടെ ഭാര്യയോട് ചോദിക്കാൻ പോലും ഇപ്പം ആരാ കോടിയേരി? സംസ്ഥാന സെക്രട്ടറിയായി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി, പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെയധികം ജോലി ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പരാതി പറയുന്നത്. നിങ്ങൾ കോൺഗ്രസിൽ ഒരുപാട് കുറ്റം പറഞ്ഞാൽ കേട്ടു. അവർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒന്ന് വിളിച്ച് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും പാർട്ടി തയ്യാറല്ല. പിന്നെ G. സുധാകരനെ കുറിച്ച് കൂടെ പറഞ്ഞു കേട്ടു. G. സുധാകരൻ ഒരുപാടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ MLA ആയി, MP ആയി, മന്ത്രിയായി, ഒരുപാട് കാര്യം. ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, ആലപ്പുഴയിൽ CPM കെട്ടിപ്പടുക്കുന്നതിൽ ധാരാളം രക്തം വിയർപ്പിച്ച മനുഷ്യരാണ് G. സുധാകരൻ. നിങ്ങൾ അത് പറക്കണം. അദ്ദേഹം ഒരു ദിവസം രാവിലെ വന്ന് ഓട് പൊളിച്ച് MLA ആയ മനുഷ്യനല്ല, മന്ത്രിയായ ആളല്ല. വയസ്സായപ്പോൾ നിങ്ങൾ കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് പിണറായി എടുത്തെറിയുന്നില്ല? അദ്ദേഹത്തെ പിണറായി വിജയന് പ്രായമായല്ലോ, അദ്ദേഹം MP മന്ത്രിയും പിന്നെ എല്ലാം സ്ഥാനം MLA ഒക്കെ ആയല്ലോ. അദ്ദേഹത്തിനെതിരെ നിങ്ങൾ നടപടിയെടുക്കാറുണ്ട്. അതാണ് അവിടെ ജനങ്ങൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി G. സുധാകരനെ അവിടെ അധികാരത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കിപ്പോൾ ചൊരുക്ക, നിങ്ങൾക്കിപ്പോൾ അസൂയ. G. സുധാകരൻ്റെ ഓഫീസിലേക്ക് മാർച്ചാ കഴിഞ്ഞ ദിവസം CPM നടത്തിയത്, DYFI. ആ മനുഷ്യൻ പോകുന്ന യോഗങ്ങളിലൊക്കെ ചൊറിയുകയാണ്. നിങ്ങൾ കമന്ന് കിടന്ന് തുപ്പുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ തുപ്പൽ നിങ്ങൾ ദേഹത്തെ വീഴത്തുള്ളൂ. G. സുധാകരനെ വിജയിപ്പിച്ചത് അവിടുത്തെ ജനങ്ങളാണ്. അവിടെ വൻപിച്ച ഭൂരിപക്ഷത്തോടാണ് ജയിച്ചത്. അദ്ദേഹം നിയമസഭയിൽ പിണറായി വിജയൻ സത്യവാചകം ചൊല്ലേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ നാക്കുകൊണ്ട് ചൊല്ലിയ സത്യവാചകമല്ലേ? ഇതാണ്ട് കാലം മാപ്പ് പറയില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്തൊക്കെ ചൊറിയുന്നു, നിങ്ങൾ എന്തൊക്കെ പറയുന്നു. അതുപോലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, LDF അല്ലാതെ മറ്റാരുണ്ട് എന്നതിന് മുഴുവൻ ബോർഡ് വെച്ചില്ലേ നിങ്ങൾ? അതിനൊന്ന് മറുപടി പറഞ്ഞിട്ട് പോണേ. കേരളത്തിലെ മുഴുവൻ ഏരിയ, ബ്രാഞ്ച്, ലോക്കൽ പ്രദേശങ്ങളിലെല്ലാം വെച്ച് LDF അല്ലാതെ മറ്റാരുണ്ട്? ഇപ്പോൾ ഒറ്റ ബോർഡും കാണാനില്ല. മുഴുവൻ ബോർഡും എടുത്തു മാറ്റി. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ 5 വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾക്കെതിരായിരുന്നു. ശരി ശരി നിങ്ങൾക്കെതിരെ. നിങ്ങൾ പാഠം പഠിച്ചില്ല. നിങ്ങൾ ഇന്നും പാഠം പഠിക്കത്തില്ല. പഠിച്ചതേ പാടൂ. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ശരി. ശ്രീ ജലീൽ പുനലൂർ, താങ്കൾ കോളിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ തർക്കം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർക്കമില്ല എന്ന് താങ്കൾ പറയുന്നത് LDFന്റെ രീതിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, അതായത് ത്രിതല പഞ്ചായത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പഠന സമിതിയെ രൂപീകരിക്കുകയും അതിൻ്റെ പേരിൽ ഈ കമ്മിറ്റികൾ ചേരുകയും അതിൻ്റെ പേരിൽ തന്നെ ഒരു റിപ്പോർട്ട്, പഠന റിപ്പോർട്ട് പുറത്തിറക്കി, അവലോകന റിപ്പോർട്ട് പുറത്തിറക്കുകയൊക്കെ ചെയ്തു. ആ അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്
CPI-യിൽ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പലയിടങ്ങളിലും CPM-ന്റെ സ്ഥാനാർത്ഥികളെ CPI എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മത്സരിപ്പിക്കേണ്ട സാഹചര്യം പോലും CPI-ക്ക് ഉണ്ടായി. CPI ആണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് കാരണമായതെന്നുള്ള ഒരു അവലോകന റിപ്പോർട്ട് CPM മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അന്ന് വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച് CPI രംഗത്തെത്തിയെങ്കിലും ആ വിമർശനങ്ങൾക്കൊന്നും ശക്തി ഉണ്ടായിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്നിട്ട് കൂടി അവർ വിമർശനം ഉന്നയിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വിമർശനങ്ങളെല്ലാം പരസ്യമാക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പിണറായി പേടി ഉണ്ടായിരുന്നു. ആ പേടി അവസാനിച്ചതിനാലല്ലേ? നോക്കൂ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവില്ല. മുഖ്യമന്ത്രി കസേര ഉപേക്ഷിച്ചുകൊണ്ട് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വഴി തെരഞ്ഞെടുത്ത ഒരു പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടി കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉപനേതാവ്, നിയമസഭാ ഉപനേതാവ് എന്ന് പറയുന്നത് തീർത്തും അപ്രസക്തമായ ഒരു പദവിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും വലിയ ആദായം കിട്ടുമോ, രാഷ്ട്രീയപരമായ മുന്നേറ്റം ഉണ്ടാക്കുമോ എന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ജേർണലിസ്റ്റായ താങ്കളെ ഞാൻ അക്കാര്യം ബോധ്യപ്പെടുത്തുകയും വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാനത്തിന് വേണ്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഞാൻ ഒരു കാര്യം താങ്കളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഇപ്പോൾ നടക്കുന്ന ഈ DFIയുടെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. കണ്ണൂരിലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഒക്കെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ഏകാധിപത്യ ഭരണം, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ ധാർഷ്ട്യമാണ്, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ചില വാക്കുകളാണ് ഭരണ തുടർച്ചയ്ക്ക് തിരിച്ചടിയാക്കിയതെന്നാണ് DYFI പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും യുവജന സംഘടന, പ്രാധാന്യം വഹിക്കുന്ന യുവജന സംഘടന പറയുന്നതാണ്. അത് മാത്രമല്ല, എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും അവിടെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ കൂടിയ കമ്മിറ്റികളിലും യോഗങ്ങളിലും പറഞ്ഞത് പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ശൈലി മാറ്റണമായിരുന്നു. അവർ അതിന് തയ്യാറായില്ല. അവരുടെ ധാർഷ്ട്യമാണ് തിരഞ്ഞെടുപ്പിന് തിരിച്ചടിയായത്. ഈ അധികാരം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എന്തിനാണ് താൻ തന്നെ പ്രതിപക്ഷ നേതാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ വന്നത്? താങ്കളുടെ ഈ ചോദ്യത്തെ ഞാൻ 100% സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനങ്ങൾ. കാരണം ഈ ചോദ്യം എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ ബഹുമാന്യനായ വക്താവിന് താങ്കൾ നൽകുന്ന മധുരമായ ഒരു മറുപടിയാണ്. കാരണം പോഷക സംഘടനയായ DYFIയുടെ സമ്മേളനങ്ങളിൽ, പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷിന്റെയും മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് താങ്കൾ തന്നെ വിളിച്ചു പറയുകയാണ്, അദ്ദേഹത്തോട് പറയുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു റിവ്യൂ ഏത് തെരഞ്ഞെടുപ്പിലാണ് ഉണ്ടായിട്ടുള്ളത്? ഏത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഒരു പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി വന്നിരുന്ന് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് സർവ്വവിധ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇനി സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും പറയാം എന്ന് പറഞ്ഞത് അണികളോടാണ്, സ്വന്തം അണികളോടാണ്. അതായത് അത്രയും നാൾ ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യമല്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ആ ഒരു ചോദ്യം ആവർത്തിക്കുന്നത്. അതായത് അന്ന് MV ഗോവിന്ദൻ പറഞ്ഞ വാചകം ഇതാണ്, ഇനി എല്ലാ അണികൾക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാമെന്ന. പിറ്റേ ദിവസം അതേ അഭിപ്രായം പറഞ്ഞ, അതായത് സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ തൃപ്പൂണിത്തുറയിലെ ഒരു സഖാവിനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നു. അത് പറഞ്ഞത് അന്ന് മന്ത്രിയായിരുന്ന, അതായത് മുൻ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിനെതിരെ ആയിരുന്നു. ഇങ്ങനെ തുറന്നു പറയുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. തുറന്നു പറഞ്ഞതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ അവിടെ സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നത്. അല്ല, തൃപ്പൂണിത്തുറയിലെ സഖാവിന്റെയും കുഞ്ഞികൃഷ്ണന്റെയും ഒക്കെ കാര്യം ഇപ്പോ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ ജയ്ഹിന്ദ് TVയും അല്ലെങ്കിൽ എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസ് വക്താവും ഒക്കെ പാർട്ടിയുടെ ഏത് ഘടകത്തിലാണ് പോയി റിപ്പോർട്ടൊക്കെ തേടിയതെന്നും കണ്ടതെന്നും എനിക്കറിയില്ല. ഒരു ഇടതുപക്ഷ പ്രവർത്തകനായ എന്നെ സംബന്ധിച്ച് ഞാൻ അത്തരം റിപ്പോർട്ടുകളൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട വക്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ മറുപടി പറയണമെന്ന്. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് അദ്ദേഹത്തോട് പറയുന്നു. സത്യമാണ്, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പലരും ചോദിക്കുക. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗര ഹൃദയത്തിലാണ് ഇപ്പൊ ഞാൻ ഇരുന്നുകൊണ്ട് നിങ്ങളുമായിട്ട് ഈ ചർച്ചയിൽ സംവദിക്കുന്നത്. കുറ്റിരുട്ടാണ് എന്റെ മുമ്പിൽ. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ജനിച്ചിട്ടുള്ള ഒരു കുട്ടിയും കേൾക്കാത്ത 2 വാക്കുകളാണ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എന്ന് പറയുന്നത്. ഈ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഇടതുപക്ഷത്തിന്റെ പോരായ്മയെ സംബന്ധിച്ച് ഉച്ചത്തിൽ വിസ്തരിക്കുന്നതിന് പകരം 102 സീറ്റിൽ അധികാരത്തിലേറിയ ഒരു മുന്നണി എന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ടല്ലോ. ആവേശത്തോടു കൂടി നിങ്ങൾ പറഞ്ഞോളൂ. ആ ഭരണത്തെ തിരുത്തിക്കൊണ്ട് ഈ പവർ കട്ടും അതുപോലെ ജനവിരുദ്ധമായ നയങ്ങളും ഒന്ന് തിരുത്താൻ നിങ്ങൾ പ്രേരിപ്പിക്കണം. സർ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ KSEBയിൽ ഉണ്ടാക്കിയ നഷ്ടത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വൈദ്യുതി വകുപ്പ് മന്ത്രി കൃത്യമായി വെളിപ്പെടുത്തിയാണ്. കടം വാങ്ങിയ ഈ വൈദ്യുതി എല്ലാം തിരികെ നൽകേണ്ടതിന്റെ ബാധ്യത പുതിയ സർക്കാരിനാണ് എന്നുള്ള കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കണം. താങ്കൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ശരിയാണ്, നിങ്ങളത് പറഞ്ഞ്, അതായത് പ്രഖ്യാപിച്ചുകൊണ്ടൊരു പവർ കട്ടിങ്ങും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് വാസ്തവം തന്നെയാണ്. പക്ഷേ പറയാതെ എത്രയോ തവണ എത്രയോ സാഹചര്യങ്ങളിൽ രാവിലെയുള്ള സമയങ്ങളിൽ അത് വീട്ടമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സർക്കാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു അഭിപ്രായം തേടിയപ്പോൾ 1 മണിക്കൂറോളമാണ് നിർത്താതെ കോളുകൾ വന്നത്.
പല വീട്ടമ്മമാരും പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല. പകൽ നേരങ്ങളിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ 2 മണിക്കൂർ വരെ കറണ്ട് സ്ഥിരമായി ഇല്ലാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞ്. താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. പവർ കട്ടിങ്ങും ലോഡ് ഷെഡിങ്ങും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടില്ലായിരുന്നു, അപ്രഖ്യാപിതമായി ഉണ്ടായിരുന്നു. നോക്കൂ, തങ്ങളുടേതായ ഭരണപരമായ വീഴ്ചയ്ക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളം ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി തടി തപ്പാനുള്ള അത് ലക്ഷ്യത്തിലെത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. എനിക്ക് ഇവിടുത്തെ CPIയുടെ പോരായ്മയും CPMന്റെ പോരായ്മയും ചൂണ്ടിക്കാട്ടുന്നതിനിടയിൽ ചൂണ്ടിക്കാട്ടേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ KSUക്കാരുടെ പരാതി നിങ്ങളൊന്ന് തീർത്തു കൊടുക്കണം. കാരണം കേരളത്തിൽ വ്യാപകമായി പേഴ്സണൽ സ്റ്റാഫിൽ RSSകാരെ കുടിയിരുത്തുന്നതായിട്ട് പരാതിപ്പെടുന്നത് LDFോ CPIയോ CPMോ അല്ല, KSUവും യൂത്ത് കോൺഗ്രസുമാണ്. എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ആദരണീയനായ നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് വേണ്ടി വീറോടെ വാദിക്കുന്ന KPCCയുടെ ആരാധ്യനായ സെക്രട്ടറി ശ്രീ നിയാസ് ആണ്, MA നിയാസ്. അദ്ദേഹമാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ പോരാടിയതും അദ്ദേഹമാണ്. ആ ആർജവത്വത്തിന് മുമ്പിൽ ഞാൻ ശിരസ്സു നമിക്കുന്നു. കാരണം ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും കതറിനോട് ആ വ്യക്തിത്വം ആർജവത്വം കാട്ടുന്നുണ്ടല്ലോ. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പക്ക RSSകാരനെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആക്കിയിരിക്കുകയാണ്. അതിനെതിരായിട്ട് വേണം ഈ വക്താവും നിരീക്ഷകനും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് എന്നാണ് എനിക്ക് അവരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് പറയുന്നു. പിന്നെ നിരീക്ഷകനെ ഒന്ന് തിരുത്തി തരാം. സഖാവ് EN ശങ്കാരൻ നമ്പൂതിരിപ്പാട് 57 അധികാരത്തിൽ വന്നത് CPM ആയിട്ടൊന്നുമല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടാണ്, CPI ആയിട്ടാണ്. അതിനുശേഷവും വന്നത് എന്റെ ഓർമ്മയിൽ അച്യുതമേനോനും ഒക്കെ വന്നത്. അപ്പൊ അച്യുതമേനോനും PKVയും മാത്രമല്ല CPIയുടെ മുഖ്യമന്ത്രിമാർ. CPIക്ക് അതിന് മുമ്പും മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. CPIക്കാരനായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന സഖാവ് EN ശങ്കരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ ഭൂപരിഷ്കരണമാണ് അതേ പാർട്ടിക്കാരനായ C അച്യുതമേനോൻ പൂർത്തിയാക്കിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPI CPM എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ സഹോദരി ബന്ധത്തിലുണ്ടാവുന്ന ചില കേവല തർക്കങ്ങൾ മാത്രമാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശ്രീ AK സാദിഖ്, താങ്കളോടാണ് ആ ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ തർക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറു ചോദ്യങ്ങളും മറുവാദ്യങ്ങളുമായിട്ടാണ് എത്തുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അച്യുതമേനോന്റെ പേര് പരാമർശിക്കാത്ത ഒരു സമ്മേളനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അങ്ങനെയല്ല എന്നൊക്കെയാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത്. 1957 ഏപ്രിൽ 5-ാം തീയതി EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ചരിത്ര സത്യമാണ്. പാർട്ടിയുടെ പേര് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അതിലും തർക്കമില്ല. 126 സീറ്റ്, ഭൂരിപക്ഷത്തിന് 64 സീറ്റ് വേണം. 65 സീറ്റ് കിട്ടി, ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷം. അതിൽ 5 പേര് സ്വതന്ത്രന്മാരായിരുന്നു. അങ്ങനെ ഭരിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1959 ജൂലൈ 31 ആ സർക്കാരിനെ ഇന്ത്യൻ ഭരണഘടനയുടെ 356-ാം വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞ് 1964 ഏപ്രിൽ 11-ാം തീയതി CPI എന്ന് പറയുന്ന പാർട്ടി രണ്ടായി പിളർന്നു. അത് ചൈനയെ ചൊല്ലി റഷ്യയും ചൊല്ലിയുള്ള തർക്കത്തിലാണ് ആ പാർട്ടി രണ്ടായി പിളർന്ന്. എങ്കിലും 67-ൽ CPIയും CPMും എല്ലാം കൂടെ ചേർന്ന് 7 പാർട്ടികൾ മത്സരിച്ചു. CPIയും CPMും 2 പാർട്ടിയായി നിന്നുകൊണ്ട് അച്യുതമേനോൻ EMS രണ്ടാമത് മുഖ്യമന്ത്രിയായി. 69 സെപ്റ്റംബർ ലാസ്റ്റിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. CPI പിന്തുണ പിൻവലിച്ചു. തമ്മിലടിച്ചു പിരിഞ്ഞു ആ മുന്നണി. കേവലം 9 സീറ്റ് മാത്രമായിരുന്നു അന്ന് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത് കരുണാകരൻ്റെ നേതൃത്വത്തിൽ. 1969-ൽ കോൺഗ്രസ് ഈ CPI എന്ന പാർട്ടിക്ക് പിന്തുണ കൊടുത്ത് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. 70-ലെ തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണി, അന്ന് ഐക്യമുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണിയല്ല. അപ്പോൾ CPIക്കാരനായ അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസ് ആണ്. അന്ന് കോൺഗ്രസ്സിന് 30-ന് മുകളിൽ സീറ്റുണ്ട്. CPIക്ക് 15-ഓ 16-ഓ സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് CPIക്കാരെ മുഖ്യമന്ത്രിയാക്കിയത് അച്യുതമേനോനെ 2 പ്രാവശ്യവും PK വാസുദേവൻ നായരെ 1 തവണയും. 3 പ്രാവശ്യം CPIയുടെ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കോൺഗ്രസിൻ്റെ പിൻബലത്തോടു കൂടിയാണ്. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ച് ശ്രീരാമൻ വനവാസത്തിന് പോയതുപോലെ എല്ലാം ഉപേക്ഷിച്ചിട്ട് മുൾക്കിരീടവും എടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ പോയതാണെന്ന്. ചരിത്രം ഒന്ന് പഠിച്ചാൽ പിടികിട്ടും. 78-ൽ കോൺഗ്രസ് പിളർന്നു. കേരളത്തിലും ആ പിളർപ്പ് ബാധിച്ചു. ആന്റണി കോൺഗ്രസ് എന്നും കരുണാകരൻ കോൺഗ്രസ് എന്നും ഒക്കെ പേരിട്ടു. അഖിലേന്ത്യാ തലത്തിലുള്ള പിളർപ്പായിരുന്നു.
അങ്ങനെ ആന്റണി രാജിവെച്ചപ്പോൾ PK വാസുദേവൻ നായരെ മുഖ്യമന്ത്രിയാക്കി. ആ PK വാസുദേവൻ നായരെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ കോൺഗ്രസ് പിളർന്ന 2 വിഭാഗമായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ആന്റണി കോൺഗ്രസും കേരള കോൺഗ്രസ് മാണിയും RSPയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ പോയപ്പോഴാണ് PK വാസുദേവൻ നായരുടെക്ക് ആന്റണി കോൺഗ്രസ് തന്നെ രാജിവെക്കാൻ പറഞ്ഞത് കൊണ്ട് മനസ്സോടെയാണ് രാജിവെച്ചത്. ജലീൽ പുനലൂർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി പറയുന്ന വ്യക്തി കൃത്യമായി രാഷ്ട്രീയം മനസ്സിലാക്കണം. അല്ലാതെ എനിക്ക് മുഖ്യമന്ത്രി പദം വേണ്ട, ഞാനിതാ പോകുന്നു എന്നല്ല. അദ്ദേഹത്തിൻ്റെ ഇരട്ടി MLA-മാർ ആന്റണി കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്നു, കേരള കോൺഗ്രസ് മാണിയുടെ കയ്യിലുമുണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ് ആദ്യമായി കേരളത്തിൽ ഒരു മുന്നണി ഉണ്ടാകുന്നത് 1980-ലാണ്. അത് CPIയും CPM-ഉം അല്ല. CPIയും CPM-ഉം കോൺഗ്രസ് യു, ദേവരാജ് അരശ് എന്ന് പറയുന്നതിൻ്റെ യു ആയിരുന്നു. അത് കേരളത്തിൽ അതിൻ്റെ നേതാവ് ശ്രീ AK ആന്റണി ആയിരുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് RSP ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് CPI ഏതാണ്ട് ത്യാഗം സഹിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയതാണെന്നുള്ള അതിന് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇനി മറ്റൊന്ന്, ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞത് എന്താണ്, ഇന്നും പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറയുന്നത് കേവലം ഇത് ഒരു നേതാവ് എന്നുള്ള ഒരു പദവിക്ക് വേണ്ടിയല്ല. CPM ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നു, ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോയതിൻ്റെ തിക്തഫലമാണ് ഈ 35 സീറ്റുമായി ഈ പരുവത്തിൽ ഇവിടെ ഇരിക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പുറമേ പറയുന്നത്. പക്ഷേ CPM അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? സഖാവ് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന് ചികിത്സയുടെ ആവശ്യമൊക്കെ ഉള്ള വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്ത് പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ആ സമയത്ത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആരാകും? ഇപ്പോഴത്തെ ഒരു ഉപനേതാവ് ആരാണോ ആ ആള് നേതാവാകും. ഒരു ദിവസം പോലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം CPIക്ക് അലങ്കരിക്കാൻ ചരിത്രത്തിൽ അവസരം കൊടുക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് CPM. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഉപനേതാവ് എന്നുള്ള പദവി CPIക്ക് കിട്ടുകയില്ല. അവരത് പ്രതീക്ഷിക്കേണ്ട, അവർക്കത് കിട്ടില്ല, അവർക്കത് കൊടുക്കില്ല. ഭരണപക്ഷത്ത് നിന്നപ്പോൾ 4 മന്ത്രിമാരുണ്ടായിട്ട് മന്ത്രിസഭയിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട് വീമ്പിളക്കിയിട്ട് പോലും അവസാനം വിരട്ടിയപ്പോൾ പോകേണ്ടി വന്ന പാർട്ടിയാണ്. അതുകൊണ്ട് CPIയുടെ ഈ പിടിവാശിയും ഒന്നും പോവുകയില്ല. ഘടകകക്ഷികൾ ഒരു ഘടകകക്ഷി പോലും CPIയെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാകില്ല എന്നുള്ളത്. താങ്കളിലേക്ക് വരാം. ശ്രീ മഞ്ചവളാകൻ ജയൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് LDFന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ ഉപായം ഉണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം വരുമ്പോൾ മറ്റൊരു വിഷയത്തെ കൊണ്ടുവന്നുകൊണ്ട് അതിനെ മറയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ ED അന്വേഷണം അല്ലെങ്കിൽ മകൾക്കെതിരെയുള്ള അന്വേഷണമൊക്കെ പുറത്തു വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ വീണ്ടും ചർച്ചയായി വരുന്നുണ്ട്. അതുമാത്രമല്ല, വീണ്ടും അന്വേഷണത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാരെത്തുന്നു. ഇനി അതുമല്ല, മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും ഈ ED അന്വേഷണവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പിരിമുറുക്കുന്ന അവസരത്തിൽ ഈ ചർച്ചകളെല്ലാം അടിമാറ്റി കൊണ്ടുപോകാൻ LDF തന്നെ തീരുമാനിക്കും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അത് ശരിയാണ്, കുഞ്ചു പറഞ്ഞത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പുകമറ സൃഷ്ടിക്കുക. ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ നേരത്തെ ശബരിമല ശില്പം പോലും കേടുവരുത്തിയെന്നാണ് അവസാനത്തെ റിപ്പോർട്ട്. ആ ശില്പങ്ങൾ കേടുവരുത്തി അതിനെ മാറ്റി, സ്വർണം മാറ്റി എന്നുള്ളതാണ് അവസാനം. അതേപോലെ SITയുടെ അന്വേഷണമൊന്നും ഇപ്പം പുറത്ത് വരുന്നില്ല. SITയുടെ അന്വേഷണം പുറത്ത് വരുന്നില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി പോലും അതിനകത്ത് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഹൈക്കോടതി പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ SIT അന്വേഷിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല എങ്കിൽ പോലും അന്ന് നമ്മൾ കണ്ടതല്ലേ, പ്രതികളെല്ലാം ജയിലിൽ പോകുന്നു, അതുപോലെ ഇറങ്ങി വരുന്നു. നമ്മൾ ടൂർ പോകും പോലെ, വിദേശത്ത് പോയിച്ചു വരാൻ പോലെ. അവിടെ ഒരു പ്രതി മരിച്ചു. ആരാ? മുൻ MLA പത്മകുമാർ. ആരാ? മുൻ ഏരിയ സെക്രട്ടറിയായി കമ്മീഷണറായി വന്ന വാസു.
ഞാനിപ്പോൾ അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ധാരാളം പ്രശ്നങ്ങൾ LDF സർക്കാർ പോയെങ്കിൽ പോലും ഒരു സംശയവും വേണ്ട, പുതുതായി വന്ന VD സതീശൻ ഗവൺമെൻറ് ഇതിനെല്ലാം ചോദ്യം ചോദിക്കുക. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കാണുന്നില്ലേ, ഗൺമാൻമാരെ അഴിച്ചുവിട്ട് പാവപ്പെട്ട ഒരു പയ്യനെ അടിച്ചു തീർക്കുകയാണ്. കേരള സർവകലാശാല ഇപ്പോൾ നമുക്കറിയാം UDF ഗവൺമെൻറ് നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. അവിടെ അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ കമ്മിറ്റികൾ ഉണ്ടാക്കി വെച്ച് എന്ത് തോന്നിയ ദിവസം ഇപ്പോൾ അവസാനം PSC ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ്. ഒരു PSC ചെയർമാൻ CPM കാരനെ ഇപ്പോൾ DYFI കാരനെ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുടെ ഭാര്യയ്ക്ക് ഇവർക്കെല്ലാം കൈവിട്ട നിയമനമാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പു പറയുന്നു, UDF സർക്കാർ ഒരു കാരണവശാലും ഇത്തരത്തിൽ PSC നോക്കുകുത്തിയാക്കി. അതേപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ നോക്കുകുത്തിയാക്കി. നമ്മളെ പല പ്രാവശ്യം ചർച്ച, ശിവരഞ്ജിത്ത് നസീമും PSC പരീക്ഷ റാങ്ക് ലിസ്റ്റ് 1-ാം സ്ഥാനവും 3-ാം സ്ഥാനവും, അവസാനം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായ കത്തിക്കുത്ത് കാരണം കേസ് വിവാദമായപ്പോൾ ഈ ശിവരഞ്ജിത്തിന് നസീം ജയിലിൽ വെച്ച് PSC കൊടുത്ത ക്വസ്റ്റ്യൻ അതേ എഴുതി 1-ാം റാങ്കും 3-ാം റാങ്കും വന്നവർക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തപ്പോൾ അവർക്ക് എഴുതിയത് 0 അവർ അതല്ലായിരുന്നെങ്കിൽ അടിപിടി നടക്കായിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയന്റെ ഗൺമാനായിരിക്കുമായിരുന്നു. ഞാൻ അങ്ങോട്ട് നടക്കാം. അതുകൊണ്ട് ഇതൊക്കെ ഒരു പുകമരാകം. LDF കാലത്ത് കഴിഞ്ഞ 10 വർഷം ചെയ്തത് അനുഭവം അവർ അനുഭവിക്കുന്നു. CPI ഒരു നിലപാടെടുക്കത്തില്ല. അവർ ഇത് വെറും ഒരു ഓലപ്പമ്പ് മാത്രമാണ്. കാരണം അവരുടെ പിച്ചച്ചട്ടിയിൽ അവർക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കണമെങ്കിൽ അവർക്ക് ഇത് ചെയ്തേ പറ്റും. ശരി, ശ്രീ ജലീൽ, വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നു, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, വളരെ ചുരുങ്ങിയ സമയം മാത്രമുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് ഈ വലിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ വഴിമാറ്റാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അത്തരത്തിലുള്ള ഒരു വലിയ വിഷയമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ഇതൊന്നും ഒരു വിഷയമായിട്ട് ഇടതുപക്ഷ പ്രവർത്തകർ കാണുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിയെ സംബന്ധിച്ചുള്ള റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാഖാതലം മുതൽ സംസ്ഥാന തലം വരെ അതിനെ സംബന്ധിച്ച് സമഗ്രമായി അതിലൊന്നും ആ റിപ്പോർട്ട് ഒന്നും കേന്ദ്ര കമ്മിറ്റിയുടെ മുന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MA ബേബി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, തിരിച്ചടിയായ കാര്യങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നു. പക്ഷെ അവിടെ എങ്ങും ഈ പറഞ്ഞ പോലെ ലോക്കൽ കമ്മിറ്റികളിൽ ഉയർന്ന ആ പേര് പിണറായി വിജയൻ, MP ഗോവിന്ദൻ എന്നൊക്കെയുള്ള ആ 2 പേരുകൾ അതൊന്നും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നില്ല. അല്ലല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പിണറായി വിജയനിലോ ഗോവിന്ദൻ മാഷിലേക്കോ മാത്രം വിരൽ ചൂണ്ടാൻ ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ സന്നദ്ധരല്ല. അവർ പാർട്ടിക്കും മുന്നണിക്കും പറ്റിയ വീഴ്ചയെ സംബന്ധിച്ച് സമഗ്രമായി പഠിക്കും, അത് റിപ്പോർട്ട് ചെയ്യും, പാർട്ടി തിരുത്തും, മുന്നണി തിരുത്തും. ശരി, ഒരൊറ്റ ചോദ്യം കൂടി. ബിനോയ് വിശ്വം ഇപ്പോഴും പറയുന്നത്, ഈ നിമിഷം വരെയും പറയുന്നത് ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നാണ്. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾ എന്താണ് കരുതുന്നത്? ഈ തീരുമാനത്തിൽ നിന്ന് ബിനോയ് വിശ്വം പിന്നോട്ട് പോകുന്നോ, അല്ലെങ്കിൽ CPM CPI ഒരു സമവായത്തിലേക്ക് എത്തുമെന്നാണോ കരുതുന്നത്? വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരാളാണ് സഖാവ് ബിനോയ് വിശ്വൻ. ഏറ്റവും വലിയ പക്വതയുള്ള നേതാവാണ് അദ്ദേഹം. സ്വാത്വികനാണ്. വർത്തമാനകാല ഇന്ത്യ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞ നേതാവാണ്. ദീർഘകാലം ഡൽഹിയിൽ രാജ്യസഭാ അംഗമായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തിന് ഹിതകരമല്ലാത്ത ഒരു നിലപാടിനും നേതൃത്വം നൽകും എന്ന് ഒരു ഇടതുപക്ഷ പ്രവർത്തകനും പ്രതീക്ഷിക്കുന്നു. ശരി, ശ്രീ AK സാദിഖ്, വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഒരു മറുപടി നൽകാനുണ്ടോ? അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, INL-ന്റെ നിലപാട് ആർക്കൊപ്പമാണ്? CPM ഇത് വിട്ടുകൊടുക്കാത്തതിനോടൊപ്പമാണോ CPI ഇത് കൊടുക്കണമെന്നുള്ളതാണോ? ഇനി INL എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു മറുചോദ്യം വരും, ഏത് വിഭാഗത്തിൻ്റെ ആണെന്ന്. ആകെ 10 പേരേ ഉള്ളൂ, അത് തന്നെ 2ആയി. അത് ജോർജ് വർഗീസ് എന്ന് പറഞ്ഞു. കൂടെ നിന്ന ഒരു പാർട്ടിക്ക് MLA-മാരും ഒന്നും ഇല്ലെങ്കിലും അത് 2ആയിട്ട് പോലും അതിനെ ഒന്നിപ്പിക്കാൻ പോലും തയ്യാറാകുന്നില്ല. കാര്യം എന്താ? ഇനിയിപ്പം കുറേ നാളുകൂടെ കഴിയുമ്പോൾ ഇതിനകത്ത് ഒന്നും കാണുകയില്ല. ഉപ്പ് വെച്ച കലം പോലെ LDF എന്ന് പറഞ്ഞാൽ അതിനകത്ത് CPM-ഉം കാണില്ല, CPI-യും കാണില്ല, ഒന്നും കാണില്ല. ഒറ്റ വരി, ഈ സ്ത്രീകൾക്ക് വേണ്ടി പ്രിയദർശിനി ഇന്ന് 1 മാസമായല്ലോ ഇല്ലേ? ആ 1 മാസത്തിൽ ഇന്നിപ്പോൾ കേരളത്തിലെ ജനങ്ങളും സ്ത്രീകളും ഒക്കെ അതിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. എനിക്കൊരു കാര്യത്തിൽ ഒരു പേടിയുണ്ട്. ഇന്നലെ നമ്മളുടെ അനിൽ മേനോൻ ശൂന്യാകാശത്തെത്തി. VD സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ദാമോദര മേനോൻ, വടശ്ശേരി ദാമോദര മേനോൻ ഒരു മേനോനെ ആ രീതിയിൽ അയച്ചതാണോ എന്ന് പറയാതിരുന്നാൽ മഹാഭാഗ്യമായിട്ട് നമ്മൾക്ക് കാണാം. അത്ര വർഗീയമായി ചിന്തിക്കുന്ന ഇടതുപക്ഷത്തിന് കേരളത്തിൽ പിന്നെ ഭാവിയേ ഇല്ല.
അടുത്ത തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് പോലും കിട്ടാനുള്ള സാധ്യതയും കാണുന്നു. ശരി, തീർച്ചയായും വളരെയധികം നന്ദി. ഏതായാലും ഈ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ ഇരിപ്പുവശം എന്ന് പറയുന്നത്. കാരണം പല ആവർത്തി പല സാഹചര്യങ്ങളിൽ CPI ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് CPM-നെതിരെ. പക്ഷേ അതെല്ലാം ഒരു മഞ്ഞുപാളി പോലെ അല്ലെങ്കിൽ ഒരു ഐസ് കട്ട പോലെ ഉരുകി ഉരുകി ഇല്ലാതാകുന്നതാണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള നിലപാടാണ് CPI പലപ്പോഴും സ്വീകരിച്ചുള്ളത്. ഇപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനവും ആഗ്രഹിക്കുമ്പോഴും ആവശ്യപ്പെടുമ്പോഴും കാലാകാലങ്ങളിൽ നടന്നതുപോലെ ഇപ്പോഴും അനുനയ ചർച്ചകൾ തുടരുകയാണ്. അനുനയത്തിൽ വീഴാൻ തന്നെയാണ് CPIയുടെ സാധ്യതകളും കൂടുതലാകുന്നത്. ഈ എതിർപ്പുകളൊക്കെ ഒരു ഐസ് കട്ട പോലെ മഞ്ഞുമല പോലെ ഇല്ലാതാകും, ഉരുകി ഒലിക്കുമെന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ചപ്പാടിലേക്ക് കൂടി കടക്കേണ്ടിയിരിക്കും. ചരിത്രം പരിശോധിക്കാൻ അത് തന്നെയാണ് തെളിയിക്കുന്നതും. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത UDF പ്രതിനിധി മഞ്ചവളാകം ജയൻ, LDF പ്രതിനിധി ജലീൽ പുനലൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ AK സാദിഖ്, 3 പേർക്കും വളരെയധികം നന്ദി. ബിഗ് ന്യൂസ് മറ്റൊരു വിഷയമായി നാളെ കാണാം. ജയ് ഹിന്ദ്.